ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബന്ധത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഈ ഉദാഹരണം നഷ്ടപ്പെടുന്നു. അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. നല്ലൊരു സെറ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്, സംസാരിക്കുന്ന ഒരു ലേഡിയാണ് എന്നൊക്കെ കരുതിയിട്ട് അതിന് നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സബ്ജക്റ്റാണിത്. പക്ഷെ ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ മാത്രം നമുക്ക് തെറ്റായതാണ്. കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെറ്റായ അറിവുകൾ, ഫോൺ വീഡിയോസ് കണ്ടിട്ടുള്ള അറിവുകളൊക്കെയാണ് ഇക്കാര്യത്തിൽ നമുക്കുള്ളത്. ഇത്രയും അത്യാവശ്യമായ ഒരു കാര്യത്തിന് നല്ല അറിവുകൾ നമ്മൾ എവിടുന്നും സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ധാരണയില് ഈ ഒരു സെജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ വീഡിയോ അല്ലെങ്കിൽ ഒരു അശ്ലീല വീഡിയോ പ്രദർശനമാണ്, ഒരു ലൈംഗികതയെ പറ്റിയിട്ട് മാത്രം സംസാരിക്കുന്ന കാര്യമാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള അറിവ് മാത്രം നമുക്ക് തെറ്റാം. നല്ലൊരു അറിവെടുക്കാൻ പോകാൻ നമുക്ക് മടിയത് മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള ധാരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇതൊരു മോശപ്പെട്ട കാര്യമല്ല. നമുക്ക് അറിയേണ്ട ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് തരികയാണ് എന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ഉള്ളിൽ സെറ്റ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള നിരവധി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് നല്ല അറിവുകൾ സ്വീകരിക്കുക. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഈ ഒരു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഉദാഹരണം പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒത്തിരി മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു 30% പുരുഷന്മാരിലും ഇത് അനുഭവപ്പെടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞു വെക്കുക. നമ്മൾ മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഒത്തിരി പേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ടെൻഷനിൽ കുറച്ച് കുറവ് വരും. ഈ മാനസികമായിട്ടുള്ള ഈ പ്രശ്നം നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും എന്നതും നമ്മളൊന്ന് ചിന്തിക്കാം. പല പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിങ്ങനെ ഉദാഹരണം നഷ്ടപ്പെട്ടു പോണത്. അപ്പൊ ഉദാഹരണം എന്താണ്? നമ്മൾ ഒരു ലൈംഗിക ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു പുരുഷ ലിംഗം രക്തം നിറഞ്ഞിട്ട് ദൃഢമാകുന്ന ഒരവസ്ഥയാണ് ഉദാഹരണം. ഉദാഹരണ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ആഗ്രഹം തോന്നുന്ന സമയത്ത് ഉദ്ധരിക്കാതിരിക്കുക. ഇനി ഉദാഹരണം ഉണ്ടായാൽ തന്നെ ആ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുന്ന സമയം വരെയും അത് നിലനിൽക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഉദാഹരണ കുറവ്. അപ്പൊ ഉദാഹരണം ഇല്ലാതെയായി പോകുന്നു. ബന്ധത്തിൽ ഏർപ്പെടാൻ വരുന്ന സമയത്ത് ഉദാഹരണം ഇല്ലാതെയായി പോകുന്നു. അതിന് ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് എന്നത് നമ്മൾ നിർബന്ധമായിട്ടും അറിയുക. ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ അതിന് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണം ഇല്ലാതെയാകുമെന്നത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. എന്തെങ്കിലും രീതിയിൽ നമുക്ക് നമ്മുടെ ലൈംഗിക അവയവത്തിൽ വേദന ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ പങ്കാളിയിലെ വൃത്തിയില്ലായ്മ കൊണ്ടും നമുക്ക് ആ ഒരു ഉദാഹരണം ഇല്ലാതെയായി പോകാൻ ഇടവരും. അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട്, പ്രമേഹം, കൊളസ്ട്രോള്, തൈറോയിഡ്, അമിതവണ്ണം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കാരണവും നമുക്ക് ഉദാഹരണം നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഇടവരുത്തും. അമിതമായ കൊഴുപ്പ് കാരണം നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ബ്ലോക്ക് ആവും. അപ്പൊ ലിംഗത്തിലേക്കുള്ള ശരിയായ രക്തഓട്ടം നടക്കാതെ വരുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ദുശീലങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തോട് അമിതമായ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരിക്കും എന്നതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഹോർമോണിന്റെ പ്രശ്നങ്ങളിൽ വരുന്ന ഒരു കുറവ്, വ്യത്യാസം കൊണ്ടും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഒരു മുന്നോടിയായിട്ടും ഈ ഒരു ലക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതായത് ഹൃദ്രോഗം പോലെയുള്ള രോഗങ്ങൾ നമുക്ക് വരാനുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നതാണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ ഉദാഹരണം നഷ്ടപ്പെട്ട് വന്ന് തീർത്തും ഉദാഹരണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. ഹൃദ്രോഗമുള്ള ആൾക്കാരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ കരൾ രോഗം, വൃക്കരോഗം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിലും ഈ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. ഭയം, ഉത്കണ്ഠ, പേടി ഇങ്ങനെയുള്ള സമയങ്ങളിലും നമുക്ക്
ഈ ഒരു ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോകാം. ഉദ്ധാരണം സംഭവിക്കും, ഇങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ ഉദ്ധാരണം സംഭവിക്കും. പക്ഷെ ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വരുമ്പോഴത്തേക്കും ഉദ്ധാരണം ഇല്ലാതെയായി പോകുന്ന ഒരു സംഭവം. അതേപോലെ തന്നെ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നത് എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് സീരിയസ് ആയിട്ട് തന്നെ കാണണം. എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന് തെറ്റായ ചികിത്സ തേടി പോകാതെ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ നല്ലൊരു ചികിത്സ തേടുകയാണ് എങ്കിൽ ഒരു പരിധി വരെയും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഉദാഹരണ പ്രശ്നമൊക്കെ തനിയെ മാറിക്കോളും. ഇനി എന്തെങ്കിലും ഹൃദ്രോഗമുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ശരീരം ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ ലക്ഷണങ്ങളെ തരും. ആ ലക്ഷണമാണോ ഇതെന്ന് നമ്മൾ അറിയണം. ഉദാഹരണം ബന്ധത്തിന് ശ്രമിക്കുന്ന സമയത്ത് ഉദാഹരണം പോകുന്നുണ്ട്, ഇത് ഒരാളോടും പറയാൻ പറ്റത്തില്ല, നാണക്കേടാണ്, പറ്റത്തില്ല, അങ്ങനത്തെ വിഷമവും താങ്ങി നടക്കാതെ കൃത്യമായ ഒരു ചികിത്സയ്ക്ക് നിങ്ങൾ എത്തുകയാണ് എങ്കിൽ ഡോക്ടർ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണോ, മരുന്നാണോ, സെക്സ് തെറാപ്പി ആണോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള ചികിത്സ തരും. അപ്പൊ നിങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടും. ഇത് പറയാതിരുന്നിരുന്ന് ഭയങ്കര വഷളായതിനു ശേഷം നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയാൽ ചിലപ്പോൾ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പൊ ഇത് പറയാൻ പാടില്ലാത്തയോ മടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമല്ല. ഒത്തിരി ആൾക്കാർ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തുക എന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പരിഹാരം എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ആ കാരണത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ തന്നെ ഈ ഒരു പ്രശ്നം നമ്മളെ വിട്ടുപോയി എന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു നല്ല അറിവ് തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഉള്ളിൽ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ ഒത്തിരി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലൊരു അറിവായി സ്വീകരിച്ചുകൊണ്ട് കണ്ടിട്ട് നിങ്ങൾ നല്ല അറിവ് എടുക്കുക. ഇത് പറയാൻ മടിക്കേണ്ട നാണിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല, അറിവ് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളും അറിവെടുക്കുക. നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള അറിവുകൾ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കുക. സെക്സ് എഡ്യൂക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓടി മാറേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, അതിനപ്പോൾ പരിഹാരവും ആവശ്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പരിഹാരം ആവശ്യമാണ്, നാണക്കേട് കൊണ്ട് മാനക്കേട് കൊണ്ട് തെറ്റായ തട്ടിപ്പുകളിൽ പോയി പെടും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തട്ടിപ്പായിട്ട് ഒത്തിരി ഇത് കിട്ടും. ഒളിച്ചും പാത്തും മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയും, സ്പ്രേ ഉണ്ട്, ക്രീമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ ചികിത്സകളിലേക്ക് പോകും. ആ പോകുന്നതിന് നമുക്ക് നാണക്കേടും ഇല്ല, മാനക്കേടും ഇല്ല. നല്ലൊരു ഡോക്ടറെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല അറിവ് എടുത്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ തലവേദന, പനിയൊക്കെ വന്നാൽ നമ്മൾ ചികിത്സ തേടി പോകാറില്ലേ, അതേപോലെ തന്നെ പോയിട്ട് നല്ലൊരു പരിഹാരം ഉണ്ടാക്കുക. ആരും ഈ കാരണത്തിന് വേണ്ടിയിട്ട് ഒന്നും വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ, പരിഹാരമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.